നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നഗരമാണ് ദുബായ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും എപ്പോഴും ദുബായ് ശ്രമിക്കുന്നുണ്ട്. പുതിയ മേഖലകളിൽ AI ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ ശക്തമായി നടത്തുന്നുമുണ്ട്. ജോലിക്കായി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള അഭിമുഖം പണ്ടൊക്കെ നേരിട്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ മിക്കതും വിർച്വലായാണ് നടത്തുന്നത്. എന്നാൽ അത് AI നടത്തിയാൽ എങ്ങനെയിരിക്കും? അതിന്റെ സാധ്യതകൾ തേടുകയാണ് ഇപ്പോൾ ദുബായ്. AI റിക്രൂട്ട്മെന്റ് പ്ലാറ്റ്ഫോം എന്ന പേരിലാണ് ദുബായ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഈ വർഷം ഡിസംബറിൽ ആരംഭിക്കാനിരിക്കുന്ന പല അഭിമുഖങ്ങളും നടത്താൻ AIയെ ചുമതലപ്പെടുത്താൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവഴി ഇനി പ്രവാസികൾക്കും AI അഭിമുഖം നടത്തേണ്ടി വരും. അതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദുബായ്. അഭിമുഖം നടത്തുന്നവർ സ്ക്രീനിന്റെ ഒരു വശത്ത് ഇരിക്കും. വോയിസ് പ്രോക്സിമിറ്റി ചാറ്റ് സംവിധാനങ്ങൾ വഴി ഇവർ പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തും. തൊഴിലുടമകൾക്ക് അക്കൗണ്ടുകൾ സൃഷ്ടിക്കുക, ഏത് വിധത്തിലുള്ള ഉദ്യോഗാർത്ഥികളെയാണ് വേണ്ടതെന്ന തൊഴിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുക, പ്രീ സ്ക്രീനിംഗ് അഭിമുഖങ്ങൾക്ക് ഇതിലൂടെ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുക, ഓൺലൈൻ വഴി ഇവരുമായി അഭിമുഖങ്ങൾ നടത്താൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾ ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ വിശദമായ ബയോഡേറ്റ സമർപ്പിച്ചിരിക്കണം. പ്രൊഫൈലിനെ അടിസ്ഥാനമാക്കി AI ആയിരിക്കും ഉദ്യോഗാർത്ഥിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. വെബ്ക്യാം വഴി AI ഉദ്യോഗാർത്ഥിയുടെ ശരീരഭാഷയും ഒക്കെ വിലയിരുത്തുന്നതാണ്. അതായത് നമ്മുടെ ഓരോ ശരീരഭാഷയും കൈകൾ ഉപയോഗിച്ചും മുഖത്തെ ഭാവമാറ്റവും എല്ലാം AI നിരീക്ഷിക്കുന്നതാണ്. അഭിമുഖം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉദ്യോഗാർത്ഥിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും സാധിക്കും. മികച്ച ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ ഇതിലൂടെ സാധിക്കും എന്നതുള്ളതാണ് പ്രത്യേകത. പലർക്കും ഒരു കൂട്ടം ആളുകൾക്ക് മുന്നിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ AI വഴി ആകുമ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇത് ഉദ്യോഗാർത്ഥികളുടെ നില മെച്ചപ്പെടുത്താനും സഹായിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ ഇന്റർവ്യൂ നടത്തുന്നതിലൂടെ പരമ്പരാഗതമായി നടന്നു വന്നിരുന്ന അഭിമുഖങ്ങൾക്കായി ചെലവഴിക്കുന്ന സമയവും കുറയും. പ്രൊഫൈലിന്റെ വിവരങ്ങൾ പെട്ടെന്ന് തന്നെ അവലോകനം ചെയ്യാനും ചോദ്യങ്ങൾ ചോദിക്കാനും അതനുസരിച്ച് വിലയിരുത്താനും എല്ലാം ഇതിലൂടെ സാധിക്കുന്നതാണ്. ഒരു തൊഴിലാളിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ റിക്രൂട്ട് മാനേജർ ഒരു ആഴ്ചയിൽ കുറഞ്ഞത് 4-5 മണിക്കൂറെങ്കിലും അഭിമുഖങ്ങൾക്കായി മാറ്റിവെക്കേണ്ടതുണ്ട്. പ്രതിമാസം ഏകദേശം 3 ദിവസത്തെ ജോലി മാറ്റിവെക്കേണ്ടതായും വരും. വർഷത്തിൽ ഇത് 30 ദിവസവും ആകും. മറ്റ് പ്രധാന ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള മാനേജറുടെ സമയമാണ് ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നത്. റിക്രൂട്ട്മെന്റ് പ്രക്രിയ AI നടത്തുകയാണെങ്കിൽ സമയം ലാഭിക്കാൻ സാധിക്കും. തൊഴിൽ അവസരങ്ങളെക്കുറിച്ചും ഇന്റർവ്യൂ ദിവസവും സമയവും ബുക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും ഉദ്യോഗാർത്ഥികളുമായി ചാറ്റ് ചെയ്യാനും സാധിക്കും. എന്തുകൊണ്ടും വളരെ ഉചിതമായ ഒരു സംവിധാനമായിരിക്കും ഈ AI ഉപയോഗിച്ചുള്ള അഭിമുഖം എന്ന് പറയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.